കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട അപ്പീലിൽ ഇന്ന് ഹിയറിംഗ് നടക്കുകയാണ്. വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് ഒഴിവാക്കിയതിലെ ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ് നടപടി. ദേവിക ചന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ദേവിക, ഈ വൈഷ്ണയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഹിയറിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. മത്സരിക്കാനാകില്ല എന്നുള്ള ഒരു ഇതിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ ഹിയറിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. അഖില, തീർച്ചയായും. എന്നാൽ വൈഷ്ണ പറയുന്നത് നിയമങ്ങളിൽ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക തന്നെയാണ് എന്ന് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ വൈഷ്ണ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരിന് 3 മുന്നണികളും യുവാക്കളെയും പരിചയസമ്പത്തുള്ളവരെയും ഒരുപോലെ തന്നെ കളത്തിലിറക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട വാർഡിൽ ജനറൽ സീറ്റിൽ വൈഷ്ണയെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഈ സപ്ലിമെന്ററി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേരില്ലാതാകുന്നതും സ്ഥാനാർത്ഥിത്വം തന്നെ അനിശ്ചിതത്വത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നതും. അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിലെത്തി വൈഷ്ണ പരാതി കൈമാറിയത്. കളക്ടറുടെ ഭാഗത്തു നിന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്ന നിലയിൽ കൃത്യമായിട്ടുള്ള അനുകൂലമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടാകുന്നില്ല എന്നൊരു പരാതി വൈഷ്ണ മുൻപ് ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസവും ഏകദേശം 1.5 മണിക്കൂറോളം നേരം കാത്തിരുന്നിട്ടും നേരിട്ട് കളക്ടറെ കണ്ട് ഈ പരാതി കൈമാറാൻ കഴിഞ്ഞില്ല. ADM-നാണ് കൈമാറിയത് എന്നും വൈഷ്ണ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നതാണ്. അതേ തുടർന്നാണ് വൈകുന്നേരത്തോടെ ഹൈക്കോടതിയുടെ ഒരു നിർണായക ഇടപെടൽ ഉണ്ടാകുന്നത്. CPM-നടക്കം അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു യുവ സ്ഥാനാർത്ഥി ഇത്തരത്തിൽ ആദ്യമായി മത്സരത്തിനിറങ്ങുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് തന്നെയാണ് ഹൈക്കോടതിയും പറഞ്ഞത്. എന്തായാലും ആ ഒരു ഇടപെടലിലാണ് നാളേക്കകം കൃത്യമായ രേഖകൾ പരിശോധിച്ച് ഇതിൽ നടപടി ഉണ്ടാകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ഇത്തരത്തിൽ മുട്ടട CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായിട്ടുള്ള ധനേഷിനെ കൂടി ഇത്തരത്തിൽ ഹിയറിംഗിന് വിളിക്കും. അതിനുശേഷമായിരിക്കും ഈ സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു വ്യക്തത വരിക.